നമുക്ക് നിലത്തുനിന്ന് എന്തോരം ഹൈറ്റ് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഏകദേശം ഒരടി താഴെ ഹൈറ്റ് മതി നിലത്ത് നിന്ന്. അതാണ് നമുക്ക് നല്ലത്, ഏറ്റവും നല്ലത്. അത് മുകളിലേക്ക് കയറാനുള്ളത് അല്ലേ, താങ്ങുമരങ്ങളിൽ കയറാം. നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു മീറ്റർ പൊക്കം കുഴപ്പമില്ല. 1 മീറ്റർ വരെ പൊക്കം കുഴപ്പമില്ല. ഇത്ര പൊങ്ങി നിൽക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അടിഭാഗം നിലത്ത് മുട്ടി കിടക്കുന്നതുകൊണ്ട് അടിയിൽ മുള ഉണ്ടാകില്ല, ഷെയ്ഡായി. ഒരു കുറ്റിച്ചെടിയാണ്. ഒരു 3-4 മീറ്റർ വരെ ഉയരത്തി വളരുന്നു. 3-4 മീറ്റർ വരെ ഉയരത്തി വളരും അല്ലേ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞ സമയം കണ്ടത് നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ്? അപ്പോൾ ആദ്യമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന നന്നായി വളരുന്ന തിപ്പിലിയുടെ ശിഖരം നോക്കി, നല്ല തിപ്പിലി നോക്കി നന്നായി വളരുന്ന തിപ്പിലിയെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് സൈഡിലേക്ക് വളരുന്ന പക്ക് കമ്പുകളെല്ലാം മുറിച്ച് മാറ്റണം. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഉയരത്തിൽ വെച്ച് തിപ്പിലിയെ കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ആവശ്യമായ ഉയരത്തിൽ വെച്ച് തലയ്ക്കം കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തതിന് ശേഷം ഇത് നടുവെ പിളർന്ന് വയ്ക്കുക. നടുവെ പിളർന്ന് വയ്ക്കുക. അത് എന്തേരം താഴ്ചയിൽ? അത് 1 ഇഞ്ചോളം താഴ്ചയിൽ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബഡ് ചെയ്യാനോ ഗ്രാഫ്റ്റ് ചെയ്യാനോ ഉപയോഗിക്കുന്ന കൊടിയുടെ ഭാഗം കൊണ്ടില്ല. ഇതാണ് ഈ ചെന്തലകൾ എന്ന് പറയുന്ന ഭാഗം. ഇത് നമുക്ക് ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം. ഒരു 3 ഇല വലിപ്പത്തിന് എടുത്താൽ മതിയാവും. അതിനുശേഷം ഈ ഇലകളുടെ പകുതി വെച്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇലകളുടെ പകുതി വെച്ച് കട്ട് ചെയ്യണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് ബാഷ്പീകരണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇലകളുടെ പകുതി വെച്ച് കട്ട് ചെയ്ത് മൂർച്ചയുള്ള ആയുധം, ബ്ലേഡോ അതുപോലെ എന്തെങ്കിലും കത്തിയാൽ കുഴപ്പം. ഇതിങ്ങനെയാണ് മരത്തിൽ കയറുന്നത്. നേരം ഈ ഭാഗം വേണം. കൊടിത്തണ്ടിൻ്റെ പകുതി ഭാഗം, എടുത്ത തണ്ടിൻ്റെ പകുതി ഭാഗം വെച്ച് അങ്ങനെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ എതിർവശത്തും അതേപോലെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ തന്നെ ചെയ്തിട്ട് അതിനുശേഷം നമ്മളിത് തിപ്പിലിയിൽ കീറി വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഇവനെ ഇറക്കി വയ്ക്കുക അല്ലേ. ഇത് കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറിപ്പോകാതിരിക്കുന്നതിനും വെള്ളം ഇറങ്ങി ചീഞ്ഞു പോകാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇത്രയും പണിയുള്ളൂ. ഇതാണ് നമ്മുടെ ശരിക്കുള്ള തിപ്പിലിയിലുള്ള ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, ഇത് വെയിലടിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ഇതൊരു കവറിട്ട് മൂടി കെട്ടി വെക്കുന്നത് നല്ലതാണ്. വെയിലടിക്കുന്നത് എത്ര ദിവസം അങ്ങനെ വെക്കണം? 15 ദിവസത്തേക്കോ അങ്ങനെ കവർ മൂടി കെട്ടി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതല്ലെങ്കിൽ അതിന് നല്ല ഷെയ്ഡ് കൊടുക്കത്തക്ക പോലെ നല്ല തണലുണ്ടെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് പിടിക്കുന്നതാണ്. ഇത് കെട്ട് പോലും ചെയ്തില്ലെങ്കിലും വിഷയമില്ല. ഓക്കെ, നമ്മളിങ്ങനെ തളഞ്ഞ് നിർത്തിയാൽ മതി അല്ലേ. 15 ദിവസം ആകുമ്പോൾ ഇത് വാടി പോകുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിടിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. അതെ. പിന്നെ ഒരു 15 ദിവസത്തിനകം ഈ ഇലയുടെ ഭാഗത്തു നിന്ന് മുകളത്തിൽ നിന്ന് മുള പൊട്ടി വരുന്നതായിട്ട് കാണാൻ പറ്റും. 15 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് മുമ്പായിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്ത് നിന്ന് വേറെ മുളങ്ങളുണ്ടായി വരും. അത് വളരാൻ സമ്മതിക്കരുത്. ഇത് മാത്രമേ വളരാൻ പിന്നെ സമ്മതിക്കാവുള്ളൂ. ഇതിലുള്ള കുരുമുളക് കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചതുപ്പിലും ഇത് കൃഷി ചെയ്യാൻ സാധിക്കും. മണ്ണും കൊടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തിപ്പിലിയാണ് കൊടിക്ക് ആവശ്യമായിട്ടുള്ള വളം വലിച്ചു കൊടുക്കുക എല്ലാം ചെയ്യുന്നത്. കൊടിക്ക് കൂടുതലായിട്ടും കേടുണ്ടാകുന്നത് മുന്നിൽ നിന്ന് വേര് മുഖേനയാണ്. വേര് മുഖേനയുള്ള കേട് നിന്ന് ഒഴിവായി കിട്ടും. സാധാരണ കരച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ്രുതപാട്ടം എന്ന രോഗമാണ് കൊടിയെ കൂടുതലായി ബാധിക്കുന്നത്. കൊടിയും മണ്ണുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതിനാൽ ദ്രുതപാട്ടം എന്ന രോഗം ഈ കൊടിക്ക് ബാധിക്കുകയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. തിപ്പിലിയിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് ഉള്ള കൊടികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതായത് രോഗപ്രതിരോധ ശക്തി കൂടുതലാണ് അല്ലേ. നമുക്ക് സാധാരണ കമ്പാരിറ്റീവ്ലി ഉള്ളതിനേക്കാൾ സാധാരണ വെള്ളമുള്ള പ്രദേശങ്ങളിലെ കൊടി പിടിക്കുകയില്ല, ചീഞ്ഞു പോകും. ഇത് ഏത് വെള്ളം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, നന്നായി വളരും. നമുക്കിപ്പോൾ ഈ ഏകദേശം ഒരു 100-150 ചെടികളിലുണ്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം വിജയമാണ്? ഇവിടെ ഒരു 75% വിജയമാണ്. 220 kV ലൈൻ പോകുന്നതുകൊണ്ട് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. മരം വളരാൻ സമ്മതിക്കില്ല. ഇപ്പം നമ്മൾ തിപ്പിലിയെ ഗ്രാഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് എല്ലാ കുരുമുളക് ചെടികളും വലുതായിട്ട് താങ്ങുമരങ്ങളിൽ കയറിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറ്റിച്ചെടികളായിട്ട് ഇത് കൃഷി ചെയ്യാൻ പറ്റുമോ? കുറ്റിച്ചെടികളായിട്ടും കൃഷി ചെയ്യാവുന്നതാണ്. കുറ്റിച്ചെടികൾ എന്ന് പറയുമ്പം നിലത്ത് തന്നെ വളർന്ന് വളരുകയുള്ളൂ, മുകളിലേക്ക് വളരുകയില്ല. ആർക്കും വിളവെടുക്കാനായിട്ട് എളുപ്പമാണ്. വീട്ടാവശ്യത്തിനൊക്കെയുള്ള കുരുമുളക് കൃഷി ചെറിയ കൊടിയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കിപ്പം ഇത് ഏതൊക്കെ ഇനങ്ങളാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇത് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് പന്നിയൂർ 5 എന്ന് പറഞ്ഞ ഇനമാണ്. പിന്നെ കരിമുണ്ട ഇനമുണ്ട്, പന്നിയൂർ 8 എന്ന് പറഞ്ഞ ഇനമുണ്ട്. പിന്നെ പേരറിയത്തില്ലാത്ത ഒരു 5-6 കൂട്ടം കുരുമുളക് കൂടിയുണ്ട്. നമുക്ക് ഇതേന്നുള്ളൊരു പിന്നെ വിളവ് എങ്ങനെയുണ്ട്?
വിളവ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഓരോ വർഷവും ഓരോ രീതിയിലുള്ള വിളവുകളാണ് ലഭിക്കുന്നത്. നല്ല കാലാവസ്ഥയാണെങ്കിൽ ഒരു 100 കിലോ മുളക് വരെ എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമായപ്പോൾ 50 കിലോയിലേക്ക് പോയി. ഈ വർഷം അതിലും താഴത്തെ ഒരവസ്ഥയിലാണ് കാണുന്നത്. ഇപ്പം നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്രയും വിളവുണ്ടോ അതോ അതിനൊക്കെ കൂടുതലുണ്ടോ? അതെങ്ങനെയുണ്ട് വിളവിൻ്റെ ഒരു വിളവ് വലിയ വ്യത്യാസം പറയാനില്ല. ഈക്വലായിട്ടാണ് അല്ലേ? അതെ അതെ. ഇപ്പം നമുക്കറിയാം പന്നിയൂറിനാണെങ്കിൽ അതിൻ്റെ ചരടിന് നല്ല നീളമുണ്ട്, കൂടുതൽ മണികളുണ്ട്, ഏകദേശം ഒരു 80-85 90-അടുത്ത് മണികൾ വരും. അത്രയും ഈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്തൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റിച്ചെടികളായിട്ട് ബുഷ് പേപ്പറായിട്ട് വളർത്തിയെടുക്കാം. വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് അതിൽ നിന്ന് പറിക്കാൻ സാധിക്കും. അതിന് കൃഷി ചിലവ് പ്രത്യേകിച്ച് അധികം വിളവെടുക്കുന്നതിന് പ്രത്യേക ചിലവുകളില്ല. ഏത് കൊച്ചുകുട്ടികൾക്ക് വരെ അതിൻ്റെ വിളവെടുക്കാൻ സാധിക്കും. എല്ലാ സമയത്തും അതിൽ കുരുമുളക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ സമയങ്ങളും അതെന്താ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താ? അത് സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കൂടുതലായിട്ടും. ചതുപ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും അങ്ങനെ. അത് ചതുപ്പിലാണ് കൂടുതൽ നല്ലത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ അത് വീടിൻ്റെ ഒക്കെ മുറ്റത്ത് നമ്മൾ പൂച്ചട്ടിക്കകത്ത് വരെ അത് കൃഷി ചെയ്യാവുന്നതാണ്. നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. എന്നും നനയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുറ്റിച്ചെടികളായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വേണമെങ്കിൽ ഇത് പരിരക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത 12 മാസം വിളവുണ്ടല്ലേ? അതെ അതെ, 12 മാസം വിളവുണ്ട്. കൊടിയുടെ ചുവട്ടിൽ നിന്നും വളരുന്ന ചെന്തലകൾ എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കൃഷി ചെയ്യാൻ വേണ്ടി. പിന്നെ കയറുതലകളെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നാണ്ടിൽ തന്നെ ആദായം ലഭിക്കുന്നതാണ്. കയറുതലകൾ എന്ന് പറഞ്ഞാൽ അതൊന്ന് പറയാമോ? കയറുതലകൾ എന്ന് പറഞ്ഞാൽ മരത്തിൽ പറ്റിപ്പിടിച്ച് കയറുന്ന ഏറ്റവും മുകളിൽ നിന്ന് മരത്തിൽ പറ്റിപ്പിടിച്ച് കയറുന്ന ഭാഗത്തെയാണ് കയറുതലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗം എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങും അല്ലേ? അപ്പോൾ അതിന് വിളവ് കൂടുതലുമുണ്ട് അല്ലേ? അത് ആദ്യം തുടങ്ങിയ ആദായം കിട്ടും. 2-3 വർഷത്തോളം കാത്തിരിക്കണം, ബാക്കിയുള്ള നന്നായി ആദായം കിട്ടണം. അത് ചെന്തണ്ടുകളാണെങ്കിൽ വേറെ വരികയല്ല, നേരെ ഒറ്റ തളിപ്പേ ഉണ്ടാവുള്ളൂ. അത് മരത്തിൽക്കൂടെ കയറിപ്പോയും അതിൽ നിന്ന് വേറെ ശിഖരങ്ങൾ ഉണ്ടാവുകയും. ഇന്നിപ്പം നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന പന്നിയൂർ ഏറ്റവും നല്ല ഇനമാണെന്നാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് പന്നിയൂർ 5 എന്ന ഇനമാണ്. നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിലുള്ള കൊടികളെ നോക്കിയിട്ട് നല്ല ഫലം നൽകുന്നതെന്ന് തോന്നുന്ന ഏത് കൊടിയും നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. വിജയിക്കുകയും നല്ല വെളിച്ചം കിട്ടുന്നതാണെങ്കിൽ കുരുമുളക് നല്ല ഈടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വേറെ കൃഷികൾ ചെയ്യാറില്ല. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ഞി എന്ന് പറയുന്ന മരമാണ്. പഞ്ഞിയാണ്. പഞ്ഞിക്ക് വെള്ളക്കെട്ടുള്ള വലിയ വിഷയമില്ല. ചോട് പിടിച്ച് വളരുന്നതിന് എളുപ്പമാണ് ബാക്കിയുള്ള മരങ്ങളെ അപേക്ഷിച്ച്.